ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഇന്നത്തെ നാത്തൂൻ സ്പെഷ്യൽ ഒരു ട്യൂണ സാൻഡ്വിച്ചാണ്. ഇവിടെ സാധാരണ ഇതിനെ ട്യൂണ മെൽറ്റ് എന്നും കൂടെ പറയാറുണ്ട്, കാരണം ഉള്ളിൽ ചീസൊക്കെ മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ട് സാൻഡ്വിച്ചാണിത്. അപ്പോൾ അത് രണ്ട് തരത്തിൽ സെർവ് ചെയ്യാം. ഓപ്പൺ ഫേസ്ഡ് ആയിട്ടും ക്ലോസ്ഡ് ആയിട്ടും സെർവ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ക്യാൻഡ് ട്യൂണ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈൽഡ് പ്ലാനറ്റിൻ്റെ ക്യാൻഡ് ട്യൂണയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ട്യൂണയുടെ പീസസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അളവുകളെല്ലാം നമ്മളുടെ ആവശ്യത്തിന് എത്ര സാൻഡ്വിച്ച് വേണം എന്നുള്ളതിനനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ഈ ട്യൂണ സാലഡ് ഉണ്ടാക്കി വെച്ചിരുന്നാലും റെഫ്രിജറേറ്റ് ചെയ്താലും ഒരു കുഴപ്പം പറ്റാതെ ഇരുന്നോളും 1-2 ദിവസമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായി പോയി എടുത്തതെങ്കിലും നിങ്ങൾക്കത് റെഫ്രിജറേറ്റ് ചെയ്ത് പിറ്റേ ദിവസമോ ഒക്കെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നാട്ടിലുള്ളവർക്ക് ക്യാൻഡ് ട്യൂണ കിട്ടാനില്ലെങ്കിൽ നമ്മുടെ ചൂരമീൻ, കുറച്ച് ഉപ്പും ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചിട്ട് നന്നായിട്ട് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ നമ്മുടെ ട്യൂണയെല്ലാം നന്നായിട്ട് ഫോർക്ക് വെച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് വെളുത്ത സവാള ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ സെലറി ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ക്യാൻഡ് ട്യൂണയിൽ കുറച്ച് ഉപ്പ് എന്തായാലും ഉണ്ടാവും കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് എരിവൊക്കെ ഉള്ളതല്ലേ ഇഷ്ടം. പിന്നെ ചേർക്കുന്നത് ഗാർലിക് പൗഡറാണ് കേട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ട്യൂണ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ട്യൂണയുടെ ടേസ്റ്റിന് ഓവർ പവർ ചെയ്യുന്ന രീതിയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കരുത്. അപ്പോൾ എല്ലാം മിതമായ അളവിൽ ചേർത്താൽ മതി കേട്ടോ. ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് ഒരു ടീസ്പൂൺ ഷ്രെഡഡ് ചീസ്, മോസറല്ലയാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മയോണൈസ് ആണ്. അത് നിങ്ങൾക്ക് ഈ മിക്സ് ഒന്ന് കുഴഞ്ഞ രീതിയിൽ കിട്ടാൻ ആവശ്യത്തിന് മയോണൈസ് ചേർക്കാം. പിന്നെ മയോണൈസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ട്യൂണ സാലഡ് റെഡിയായി. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ആദ്യം ചെഡർ ചീസാണ് കേട്ടോ. ഞാനിവിടെ ഷ്രെഡഡ് ആയിട്ടുള്ള ചെഡർ ചീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെഡർ ചീസിൻ്റെ സ്ലൈസസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അതാദ്യം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂണ സാലഡ് നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇത് എത്രമാത്രം വെക്കണം എന്നുള്ളതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. സൈഡിലൊക്കെ നന്നായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ മുകളിലിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഒരു എക്സ്ട്രാ ടേസ്റ്റിനും എരിവിനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഷ്രെഡ് ചെയ്ത് ചെഡാർ ചീസാണ് കേട്ടോ വെക്കുന്നത്. എങ്കിലല്ലേ സാൻഡ്വിച്ച് നന്നായിട്ട് ഒട്ടിയിരിക്കുള്ളൂ. ഇത്രയും ചെയ്ത ശേഷമാണ് കേട്ടോ ഞാൻ പാനിലേക്ക് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പാനിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ പാനിലൊക്കെ വീണിട്ട് അത് കരിഞ്ഞു പിടിക്കില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് സൗകര്യമായിട്ട് തോന്നിയത്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ബട്ടർ ചേർത്ത് ബട്ടർ ഒന്ന് ഉരുകാൻ വെയിറ്റ് ചെയ്യാം. ഉരുകി കഴിയുമ്പോൾ നമ്മൾ ആ പ്രിപ്പയർ ചെയ്ത് വെച്ച ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് മറ്റേ ബ്രെഡും കൂടെ നമുക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ താഴെ ഇരിക്കുന്ന ബ്രെഡിൻ്റെ വശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതായി കഴിയുമ്പോൾ നമുക്ക് മറ്റേ വശം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ബട്ടർ കുറവാണ്. അപ്പോൾ ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മറിച്ചിടുന്നതിന് മുന്നേ. ആ ബട്ടർ ഉരുക്കി കഴിയുമ്പോൾ നമുക്ക് മറ്റേ വശം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ കളറായിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്, കരിഞ്ഞു പോകരുത്.
മറ്റേ ബ്രെഡിൻ്റെ വശവും കൂടെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് ഫേസ് സാൻഡ്വിച്ച് ഇതാ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ ഫേസിലുള്ള ട്യൂണ സാൻഡ്വിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓവൻ നമ്മൾ ബ്രോയിലിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഞാൻ 360ലാണ് കേട്ടോ വെച്ചത്. അത് ബ്രോയിലാണ് കേട്ടോ, അതായത് മേളിൽ നിന്ന് ഫ്ലെയിം വരുന്ന മോഡാണത്. അപ്പോൾ നമ്മൾ ഇനി ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ബ്രെഡിൽ അത്യാവശ്യം നന്നായിട്ട് ബട്ടർ തേച്ചിട്ട് 2 സൈഡിലും ബട്ടർ തേച്ചിട്ട് നമുക്ക് 2 സൈഡും മാറി മാറി ടോസ്റ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ്. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് പേരെയൊക്കെ വിളിച്ചിട്ട് ഒരു പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ പാനിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണിത്. ഒരു വലിയ ട്രെയിൽ, ബേക്കിംഗ് ട്രെയിൽ നമുക്ക് പെട്ടെന്ന് സാൻഡ്വിച്ചസ് ഉണ്ടാക്കാൻ പറ്റും ഈ മെത്തേഡിൽ ചെയ്താൽ. അപ്പോൾ നമ്മൾ 2 വശവും ബട്ടർ തേച്ച ബ്രെഡ് നമുക്കിനി ഓവനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ട്രേ ആദ്യമേ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് വരും. ഒരു വലിയ ട്രേ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ വലിയ ട്രേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ട്രേയിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് വരട്ടെ. ഇപ്പോൾ ഇത് 2 വശവും നല്ല ഗോൾഡൻ കളറായിട്ട് നല്ലോണം ടോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ട്യൂണ സാലഡ് ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ മൂലയിലൊക്കെ നന്നായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് സൈഡിലൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഷ്രെഡഡ് ചീസ് അല്ല സ്ലൈസ്ഡ് ചീസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, അതും നല്ലോണം തന്നെ വരും. ഇനി നമുക്കത് ഓവനിലേക്ക് വെച്ചിട്ട് ആ ചീസെല്ലാം മെൽറ്റായിട്ട് ഒരു പതുക്കെ ബ്രൗൺ കളർ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത്രയും നേരം അതിന് ആവശ്യമുള്ളൂ. മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണേ. കണ്ടോ, ഇപ്പം നന്നായിട്ട് ചീസെല്ലാം മെൽറ്റ് ചെയ്ത് പതുക്കെ ഒരു ബ്രൗൺ കളറൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ഓപ്പൺ ഫേസിൻ്റെ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ക്യാൻഡ് ട്യൂണ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ബൈ.